എന്നൊരാൾ പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും അടിമയും മാത്രം അറിയുന്ന ഒരിടപാടാണ്. തീർത്തും ആത്മാർത്ഥമായ സമർപ്പണം ചെയ്യുന്നവർക്കേ അത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ. അവിടുത്തെ ആ ചോദ്യത്തിന് അന്ന് മറുപടി കൊടുത്തത് മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവിടുന്ന് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, എനിക്കിന്ന് സുന്നത്ത് നോമ്പാണ്, ഞാനിന്ന് നോമ്പ് നോറ്റിട്ടാണ് നേരം വെളുത്തിട്ടുള്ളത്, അഥവാ അള്ളാഹുവിന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് ആ ചോദ്യത്തിൻ്റെ മറുപടി. തുടർന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ ചോദിച്ചു, എങ്കിൽ ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസതൻ, ഇന്ന് നിങ്ങളിൽ ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചവൻ? ആരാണ്? ഒരു പൊതുപ്രവർത്തകന്റെ, ഒരു സാമൂഹ്യ സേവകന്റെ, ഒരു ദീനീ ദാഇയുടെ, ഒരു പ്രബോധകന്റെ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് തുടർന്ന് അവിടുന്ന് ചോദിക്കുന്നത്. ഇന്നൊരു ജനാസയെ അനുഗമിച്ചവൻ ആരാണ്? ഒരു മരണവീട് സന്ദർശിച്ചവൻ ആരാണ്? ഒരു മയ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തവൻ ആരാണ്? ഖബറടക്കമാവാം, നിസ്കാരമാവാം, കഫൻ ചെയ്യലാവാം, കുളിപ്പിക്കലാവാം, മുസ്ലിമിന് നിർബന്ധമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടവൻ ആരാണ്? ഉടനെ തന്നെ മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ ഒരു ജനാസയെ അനുഗമിച്ചിട്ട് വരികയാണ്, ഞാനൊരു മരണ വീട്ടിൽ കയറിയിട്ട് വരികയാണ്, അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിനും മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തപ്പോൾ ഉടനെ വന്നു മൂന്നാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, എന്താണ് ദീൻ എന്ന് നാം മനസ്സിലാക്കണം. ദീൻ എന്ന് പറഞ്ഞാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരിക്കൽ പറയുന്നുണ്ട്, അൽ മുസ്ലിമു, ആരാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, തൻ്റെ കരങ്ങളിൽ നിന്നും തൻ്റെ നാവിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടണം. എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ കരങ്ങൾ കൊണ്ട് മറ്റൊരു മുസ്ലിമിന് പ്രയാസമുണ്ടാവരുത്, വിഷമമുണ്ടാവരുത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഞാനൊരു യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. ഇവിടെ അവിടുന്ന് ചോദിച്ചു, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, വിശക്കുന്നവർക്ക്, ഭക്ഷണം വേണ്ടവർക്ക്, ഒരു നേരത്തെ അന്നം കൊടുത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഫഖാല അബൂബക്കറിൻ, മഹാനായ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനൊരു സാധുവിന് അന്നം കൊടുത്തിട്ടാണ് വരുന്നത്, ഒട്ടിയ വയറുള്ള ഒരു മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിനും മഹാനവർകൾ ആൻസർ ചെയ്തിരിക്കുന്നു. ഫൈനലായിട്ട് അവിടുന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, നിങ്ങളിൽ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അവസാനമായിട്ട് അവിടുന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, വേദനിക്കുന്നവൻ്റെ അരികിൽ മരുന്നിൻ്റെ ഗന്ധമുള്ള വാട്ടർ ബെഡിൽ മലർന്നു കിടക്കുന്ന ഒരു രോഗിയുടെ അടുത്ത് പോയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും വേദന കടിച്ചു തിന്നുന്ന ആ നിസ്സഹായൻ്റെ മുഖത്ത് നോക്കിയിട്ട് സാരമില്ലടോ എന്ന് പറയാനെങ്കിലും മനസ്സ് കാണിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇന്നതൊക്കെ മനുഷ്യന്മാർ പുച്ഛത്തോടുകൂടെ കാണുകയാണ്. എല്ലാം ഫേസ്ബുക്കിലും വാട്സാപ്പിലും വിതരണം ചെയ്യുന്നതിലപ്പുറത്തേക്ക് ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഷെയർ ചെയ്യുന്നതിലും കമൻ്റ് ചെയ്യുന്നതിലും ഒതുങ്ങിയിരിക്കുന്നു നമ്മുടെ ബന്ധങ്ങൾ. അവിടുന്ന് ചോദിച്ചു, ഇന്നൊരു രോഗിയെ സന്ദർശിച്ചവൻ ആരാണ്? ഫഖാല അബൂബക്കറിൻ, മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനൊരു രോഗിയെ സന്ദർശിച്ചിട്ടാണ് വരുന്നത്. 4 കാര്യങ്ങളും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ സംഗമിച്ചപ്പോൾ അവിടുന്ന് അംഗീകാരം കൊടുത്തു. അതാണ് ഒരു പൊതുപ്രവർത്തകനുള്ള അംഗീകാരം. ഇവിടെയും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണത്. അവിടുന്ന് പറഞ്ഞു, മജ്തമഅന ഫിംരിഇൻ, ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിക്കുകയില്ല, ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരൻ തന്നെ. സ്വർഗത്തിലല്ലെങ്കിൽ, അവൻ സ്വർഗ്ഗക്കാരനല്ലെങ്കിൽ പിന്നെ ആരാണ് സ്വർഗത്തിലുണ്ടാവുക? അവൻ സ്വർഗ്ഗക്കാരനാണ്. ഇവിടെ 4 കാര്യങ്ങൾ ചോദിച്ചതിൽ ഒന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ബാക്കിയുള്ള 3 മറ്റ് സഹോദരന്മാരുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം ദീൻ എന്ന് പറഞ്ഞാൽ വാരിക്കോരി കൊടുക്കലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മൾക്ക്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാൻ കാരണമായി വർത്തിച്ചത് ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്ഥാപിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനമാണ്. എന്താണ് സമസ്ത എന്ന് പറഞ്ഞാൽ, എന്തിനാണ് സമസ്ത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകൃതമായത്? കേവലം സംഘടനയ്ക്ക് വേണ്ടി ഒരു സംഘടനയല്ല സമസ്ത എന്ന് പറയുന്നത്. നിഷ്പക്ഷമായി എൻ്റെ ബഹുമാന്യ സഹോദരന്മാർ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടി അള്ളാഹു തആല പ്രവാചകരുടെ ശേഷം പിന്നെ ഒരു പ്രവാചകനെ നമ്മൾക്ക് കാണാൻ കഴിയില്ല. പ്രവാചകരുടെ കാലശേഷം അള്ളാഹു തആല ഈ സമുദായത്തിന് നൽകിയ ഏറ്റവും വലിയ വരദാനമെന്ന് പറയുന്നത് പണ്ഡിതന്മാരാണ്. അഹ്ലുബൈത്ത്, അതുപോലെ പണ്ഡിതന്മാർ, കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമങ്ങൾ വന്നപ്പോഴൊക്കെയും അള്ളാഹു തആല ആശ്വസിപ്പിച്ചത് നമ്മൾക്ക് കാണാം. ഒരു വേള അവിടത്തേക്ക് ആൺകുട്ടികളുണ്ടായിരുന്നു. ആ ആൺകുട്ടികൾ മുഴുവനും വിട പറഞ്ഞു പോയി. ആൺകുട്ടികൾ മരണപ്പെട്ടപ്പോൾ വിമർശകന്മാർ പറഞ്ഞു, മുഹമ്മദ് അബ്തറാണ്, അഥവാ കുടുംബം മുറിഞ്ഞുപോയ ആളാണ്, ആൺമക്കളില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് വളരെ പ്രയാസമായി. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോന്നും, ഇബ്രാഹിമായാലും ഖാസിമായാലും അബ്ദുള്ളയായാലും ഒക്കെ, ആ മക്കളൊക്കെ വിട പറഞ്ഞു പോയതിൻ്റെ നൊമ്പരത്തെക്കാളുപരി വിമർശകന്മാർ പറഞ്ഞു പരത്തി മുഹമ്മദ് അബ്തറാൻ, അഥവാ മുഹമ്മദിന് കുടുംബം നിലനിർത്താൻ സാധ്യമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വല്ലാതെ വിമർശിച്ചപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ അൽ കൗസർ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ അധ്യായം ഇറങ്ങിയത്. സൂറത്തുൽ കൗസർ കേവലം ഒരു വരിയിൽ ഒതുങ്ങുന്ന അധ്യായമാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഒരുപക്ഷേ അവിടുത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയ വളരെ ചെറിയ വചനമാണ് സൂറത്തുൽ കൗസർ. അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മറ്റൊരധ്യായത്തിനുമില്ലാത്തത്ര വ്യാഖ്യാനങ്ങൾ മഹാരഥന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ആരാണ് പണ്ഡിതന്മാർ, ആരാണ് അഹ്ലുബൈത്ത്? ഇന്നും നമ്മൾ അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളെ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ പണ്ഡിതന്മാരെ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ വേദിയിലേക്ക്. ആരാണ് പണ്ഡിതന്മാർ? അള്ളാഹുവിൻ്റെ പ്രവാചകരോട് അള്ളാഹു പറയുന്നു, നബിയെ, ഇന്നാ അഅ്തൈനാക്, തീർച്ചയായും നമ്മൾ അങ്ങേക്ക് നൽകിയില്ലയോ പ്രവാചകരെ, അങ്ങേക്ക് തന്നില്ലയോ അൽ കൗസറ, കൗസർ തന്നില്ലയോ നബിയെ? അള്ളാഹു ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ അൽ കൗസർ എന്ന പദത്തിന് 15 വ്യാഖ്യാനങ്ങൾ തൻ്റെ തഫ്സീറുൽ കബീറിൽ കൊടുക്കുന്നുണ്ട്. മൽ കൗസറു, എന്താണ് കൗസർ എന്ന് പറഞ്ഞാൽ? ഇമാം റാസി തങ്ങളുടെ തഫ്സീറുൽ കബീറിൽ 15 വ്യാഖ്യാനങ്ങളാണ് കൗസറിന് കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമുക്കറിയാം, കൗസർ എന്ന് പറഞ്ഞാൽ അന്നഹു ഹൗളും ഫിൽ ജന്ന, സ്വർഗലോകത്തുള്ള ഒരു ഹൗളാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഹൗലുൽ കൗസറാണ്. രണ്ടാമതായിട്ട് ഇമാം റാസി തങ്ങൾ പറയുന്നു, അന്നഹു നഹ്റും ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു നദിയാണ് കൗസർ എന്ന് പറഞ്ഞാൽ. മൂന്നാമതായിട്ട് ഇമാം റാസി തങ്ങൾ പറയുന്നു, അൽ കൗസറു, കൗസർ എന്ന് പറഞ്ഞാൽ ഔലാദുഹു, അവിടുത്തെ മക്കൾ തന്നെയാണ്. കാരണം അവിടുത്തെ വിമർശിച്ചുകൊണ്ടാണല്ലോ ഇത്തരം പരാമർശങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം മുറിഞ്ഞുപോയിട്ടുണ്ട് എന്ന് വിമർശകന്മാർ പറഞ്ഞത്. അവർക്കുള്ള മറുപടിയാണ്, നബി അങ്ങേക്ക് കൗസർ തന്നില്ലേ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അങ്ങയുടെ കുടുംബത്തെ ഓർക്കപ്പെടാൻ പറ്റുന്ന മക്കളെ കൊണ്ട് അങ്ങയുടെ കുടുംബത്തെ നാം അനുഗ്രഹിക്കുമെന്നാണ്. ഈ അനുഗ്രഹം വല്ലാതെ അനുഭവിച്ചവരാണ് കേരളീയ മുസ്ലിമീങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളീയ മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ കടന്നു വരും സമസ്ത എന്ന് പറയുമ്പോൾ ഏകദേശം 10-90 വർഷങ്ങൾക്കപ്പുറം കോഴിക്കോട് പുതിയങ്ങാടി കടപ്പുറത്ത് മഹാത്ഭുതമായി ജീവിച്ചു കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതനായിരുന്നല്ലോ, സയ്യിദായിരുന്നല്ലോ ബഹുമാനപ്പെട്ട വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു. ആ മഹാനിലൂടെയാണ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മിലേക്ക് കടന്നു വരുന്നത്. മുല്ലക്കോയ തങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ആരായിരുന്നു മുല്ലക്കോയ തങ്ങൾ. ജാതി മതഭേദമന്യേ സർവരും പുതിയങ്ങാടി കടപ്പുറത്ത് സായാഹ്നങ്ങളിൽ ഒത്തുകൂടിയത് ആ തങ്ങളുടെ കൈയൊന്ന് പിടിക്കാനാണ്. അവിടെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും തങ്ങളെ കാണണം. ഒരു വല വാങ്ങിയാൽ തങ്ങളുടെ കൈകൊണ്ടൊന്ന് തൊടണം, ഒരു തോണി വാങ്ങിയാൽ, ഒരു വഞ്ചി വാങ്ങിയാൽ തങ്ങളുടെ കൈകൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യണം. അങ്ങനെയുള്ള തങ്ങളായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്
നേതൃത്വം നൽകി മുന്നോട്ട് കടന്നു വന്നത്. നമ്മുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സാദാത്യങ്ങളുടെ വലിയ ഒരു ശൃംഖല തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വട്ടത്തലേക്കെട്ടും വട്ടമുഖവുമുള്ള കേരളീയ മുസ്ലിമീങ്ങളുടെ എക്കാലത്തെയും അഭിമാനമായിരുന്നല്ലോ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു. കേരളീയ സമൂഹത്തിന് പ്രവാചകരെ ഓർക്കാൻ വേണ്ടി അള്ളാഹു തന്ന നിധികളാണ് അവരൊക്കെ. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളെ നമ്മൾ ഓർക്കുകയാണ്. ഇന്നും കേരളത്തിൽ നിന്ന് സമസ്തയെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന മദ്രസകൾ നമ്മുടെ ബാംഗ്ലൂരിലും എന്ന് വേണ്ട ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് വെളിയിലും മദ്രസകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാഫഖി തങ്ങളുടെ ആ ഒരു ദീർഘദർശനം നമ്മളിവിടെ ഓർത്തു പോകുന്നു. അങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കൂ, എത്രയെത്ര സാദാത്യങ്ങൾ മമ്പ്രന്തങ്ങളുടെയും അവരൊക്കെ മുൻഗാമികളായിരുന്നു. പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല അവരുടെയൊക്കെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ അഹ്ലു ബൈത്ത്, അതിനെക്കുറിച്ചാണ് കൗസർ എന്ന് പറഞ്ഞാൽ അർത്ഥമെന്ന് ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല. നാലാമതായിട്ട് എന്താണ് കൗസർ എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറയുന്നു. അൽ കൗസറു, കൗസർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉലമാ ഉമ്മത്തിഹി, തൻ്റെ സമുദായത്തിലുള്ള പണ്ഡിതന്മാർ എന്നാണ്. കൗസർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ എന്നാണ് അതിനർത്ഥം. നോക്കൂ നിങ്ങൾ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം വിശുദ്ധ ഇസ്ലാമിൻ്റെ കാവൽ ഭടന്മാരായി ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിൽ നിലകൊണ്ടത് മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ്. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മുതൽ നമുക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ വരെയുള്ള നീണ്ട ആ ഒരു പരമ്പര, എത്ര മഹാരഥന്മാരാണ്! കേരളത്തിന് അഭിമാനം കൊള്ളാൻ സാധിക്കുന്ന എത്രയെത്ര മഹത്തുക്കൾ! മഹാനായ ശംസുൽ ഉലമായി EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ മിഷണറിമാർ വിശുദ്ധ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിച്ച ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ അടക്കം കടന്നു വന്നപ്പോൾ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ധൈര്യം കാണിച്ച മഹാപണ്ഡിതനായിരുന്നല്ലോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. എടക്കരയിലും പരിസര പ്രദേശങ്ങളിലും പാവപ്പെട്ട ജനങ്ങളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് അരിയും ഗോതമ്പും ഒക്കെ വിതരണം ചെയ്തു മിഷണറി പ്രവർത്തകന്മാർ. ഒരു കുടുംബം അങ്ങനെ തന്നെ ക്രിസ്തുമതത്തിലേക്ക് ചേക്കേറി. ഇവിടെ നിർബന്ധപൂർവം ഇസ്ലാമിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ മുസ്ലിമിന് സാധ്യമല്ല. അങ്ങനെ കൊണ്ടുവരണമെന്ന് നമ്മളോട് പറയപ്പെട്ടിട്ടില്ല. നമ്മളോട് ഖുർആൻ പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധമില്ല. വരേണ്ടവർക്ക് വരാം, സ്വമേധയാ പോകേണ്ടവർ അവരതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചോളണം. നമ്മളതിൻ്റെ പേരിൽ ഇവിടെ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മളതിൻ്റെ പിറകെ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്തിട്ട് വിശുദ്ധ ഇസ്ലാമിനെ വിമർശിക്കുന്ന രീതിയിൽ വിമർശകന്മാർ കൊണ്ടുവന്നപ്പോൾ അവർക്കെതിരെ മറുപടി പറയാൻ അന്ന് നിയോഗിക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നല്ലോ മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. മഹാനായ ശൈഖുനയുടെ അന്നത്തെ പ്രസംഗം എന്താണ് സമസ്തയെന്നും എന്താണ് ദീനെന്നും ലോകത്തിന് ബോധ്യമാക്കി കൊടുക്കുന്ന പ്രസംഗമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സൂപ്പർ ദൈവം നിങ്ങളുടെ ബൈബിളിൽ തന്നെ പരാമർശിക്കുന്നുണ്ടല്ലോ. മഹാനവർകൾ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 30-ാം അധ്യായത്തിലെ 38-ാമത്തെ സൂക്തം ശംസുൽ ഉലമ വായിച്ചു. മഹാനവർകൾ ചോദിച്ചു, ഏത്തോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ പുത്രൻ എന്ന് നിങ്ങളുടെ ബൈബിളിലുണ്ടല്ലോ. ആദം അലൈഹിസ്സലാമിന് ഉമ്മയുമില്ല ബാപ്പയുമില്ല. അങ്ങനെയാണെങ്കിൽ ആദം നബി ഞങ്ങളുടെ സൂപ്പർ ദൈവമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ശംസുൽ ഉലമയുടെ ചോദ്യത്തിന് ഇന്നേ വരെ മറുപടി പറയാൻ ഒരാൾക്കും സാധ്യമായില്ല. അന്ന് മഹാനവർകളുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ വന്ന ആളുകൾ വരെ പിൽക്കാലത്ത് മഹാനവർകളെ തേടി വന്നത് നമ്മൾ കണ്ടു. കോതമംഗലത്തുകാരൻ ഫാദർ ജോൺ മുണ്ടക്കൽ എന്ന് പറയുന്ന മനുഷ്യൻ പിൽക്കാലത്ത് നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ വന്ന് മഹാനവർകളുടെ കൈപിടിച്ച് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഉസ്താദ് എന്നെ ഓർക്കുന്നുണ്ടോ? ഉസ്താദ് മുഖത്ത് നോക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് അങ്ങയുടെ എടക്കരയുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ വന്ന കോതമംഗലത്തുകാരൻ ഫാദറാണ്. ഇന്ന് ഞാൻ ഫാദറല്ല, ഇന്ന് ഞാൻ അബ്ദുള്ളയാണ്. ഞാൻ ഇസ്ലാമിൻ്റെ തീരത്തെ കണഞ്ഞത് അങ്ങയുടെ പ്രസംഗം മൂലമാണ്. ആ നിലയിലുള്ള മഹാരഥന്മാരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയത്. വലിയ അത്ഭുതങ്ങൾ കാണിച്ചു. ആ വേദിയിൽ വെച്ചുകൊണ്ട് മഹാനായ ശംസുൽ ഉലമയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, എണീറ്റ് നിന്നിട്ട്, നിങ്ങൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണെന്ന്
ഹദീസിൽ പറയുന്നത് ശരിയാണോ? ഉലമാ ഉമ്മത്തി കഅംബിയാ ഇബ്നി ഇസ്രായീൽ, എൻ്റെ സമുദായത്തിലുള്ള പണ്ഡിതന്മാർ ഇസ്രായേലിലെ നബിമാർക്ക് സമന്മാരാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, ആ വാക്ക് സത്യമാണോ? മഹാനവർകൾ പറഞ്ഞു, സത്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിലുള്ള പണ്ഡിതന്മാരെ കേന്ദ്രീകരിച്ച് വന്ന ആളാണല്ലോ, നിങ്ങൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കുമോ? ശംസുൽ ഉലമ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ വൈഭവം നമ്മൾ കാണേണ്ടത് അവിടെയാണ്. നിങ്ങൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഏതൊരു മനുഷ്യനും പതറാതിരിക്കില്ല. എന്നോടങ്ങനെ ഒരു ചോദ്യം വന്നാൽ തീർച്ചയായും പതറാതിരിക്കില്ല. മഹാനായ ശംസുൽ ഉലമ, ഉഖ്റവിയായ പണ്ഡിതന്മാർ, അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ സാക്ഷികളാണ് പണ്ഡിതന്മാർ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറത്ത് ആലു ഇമ്രാനിൽ കാണാം. മഹാനായ ശംസുൽ ഉലമ അതിന് മറുപടി പറഞ്ഞു, കൊണ്ടുവാടോ, ശവമുണ്ടെങ്കിൽ കൊണ്ടുവാ, ഞാനങ്ങ് ജീവിപ്പിച്ചു തരാം. ഒരുപക്ഷെ ചോദിച്ചവരും ചോദ്യത്തിൻ്റെ മറുപടി കേട്ടവരും എല്ലാവരും സ്തബ്ധിച്ചു നിന്നുപോയ സമയമായിരുന്നു അത്. എന്തു മറുപടിയാണ് ഈ പറഞ്ഞത്? ശവമുണ്ടെങ്കിൽ ഇങ്ങ് കൊണ്ടുവാ, അഥവാ ശവം കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന അങ്കലാപ്പ് പലർക്കും. എവിടെ നിന്ന് കിട്ടും ശവം എന്ന് ചോദിച്ചവന്റെ അങ്കലാപ്പ് വേറെയും. ഇതിനിടയിൽ ഗർജിക്കുന്ന സ്വരത്തിൽ മഹാനവർകൾ പറഞ്ഞു, കൊണ്ടുവാ, അബൂബക്കർ അങ്ങ് ജീവിപ്പിച്ചു തരാം. അതിനെക്കുറിച്ച് പിന്നീട് മഹാനായ ശൈഖുനയോട് ചോദിച്ചപ്പോ മഹാനവർകൾ അതിന് മറുപടി പറഞ്ഞത്, ഞാൻ വെറുതെ ഗസ്സടിച്ചതല്ല, ഞാൻ സുമാറ് തട്ടിവിട്ടതല്ല. നിമിഷങ്ങൾക്കിടയിൽ എനിക്ക് വ്യക്തമായ ഒരു ബോധം എവിടെ നിന്നോ ലഭിച്ചു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് ഞാനത് പറഞ്ഞത് എന്ന് മഹാനായ ശൈഖുന പലരോടും പറഞ്ഞത് ഞാൻ അനുഭവത്തിൽ ചോദിച്ചറിഞ്ഞ ഒരു സത്യമാണ്. യഥാർത്ഥത്തിൽ അത്ര വലിയ അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ ദീനീ ദഅവത്തിൻ്റെ മേഖലയിൽ കാണിച്ചവരായിരുന്നു നമ്മുടെ നേതാക്കന്മാർ. ഒരുപക്ഷെ വാദത്തിന് വേണ്ടി നമ്മൾക്ക് പറയാം, അങ്ങനെ ഒരു ശവം കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ തീർച്ചയായും ഞാൻ പറയുന്നു, ഉഖ്റവിയായ പണ്ഡിതന്മാർക്ക് അതിന് സാധിക്കും. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, ഇമാം റാസി തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് ബിസ്മിയുടെ മഹത്വം പറയുന്ന ഭാഗത്ത് അടയാളപ്പെടുത്തിയത് കാണാം. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു മജൂസികൾക്ക് മുന്നിൽ വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മജൂസികളിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നക തദ്ദഇൽ ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമിനെ വാദിച്ച് നടക്കുന്ന ആളാണല്ലോ, ഇസ്ലാമിന് വേണ്ടി വാദപ്രതിവാദം നടത്തുന്ന ആളാണല്ലോ, അതുകൊണ്ട് ഫഅരിന ആയത്തൽ നുസ്ലിമ, ഞങ്ങൾക്ക് ഇസ്ലാമിൽ വരണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ അതിനുതകുന്ന ഒരായത്ത്, അതിനുതകുന്ന ഒരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഔലിയാഇന്റെ കറാമത്തിനെയൊക്കെ ചെറുതായി കാണുന്ന ആളുകളുണ്ട്. ഞാൻ അവരെ ആക്ഷേപിക്കുകയല്ല, ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കാണിച്ചുതാ, ഞങ്ങൾ ഇസ്ലാമിൽ വന്നുകൊള്ളാം. മഹാനവർകൾ ഉടനെ തന്നെ പറഞ്ഞു, തൂനീ ബിസ്സുമ്മിൽ ഖാതിൽ, തിന്നാൽ ചത്തുപോകുന്ന മാരകമായ വിഷം കിട്ടുമെങ്കിൽ കൊണ്ടുവരൂ. ഏറ്റവും കൊടും വിഷം തിന്ന് കിട്ടുമെങ്കിൽ, മനുഷ്യരുടെ വായിലിട്ടാൽ ചത്തുപോകുന്ന വിഷം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ ഇത്തൂനി, എനിക്കിങ്ങ് കൊണ്ടുവന്ന് തരൂ. ശംസുൽ ഉലമ പറഞ്ഞതുപോലെ ശവം കിട്ടുമെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു, പക്ഷേ കൊണ്ടുവന്നില്ല. ഇവിടെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാരകമായ വിഷം കിട്ടുമെങ്കിൽ ഇങ്ങ് കൊണ്ടുവരൂ. പറഞ്ഞു തീർന്നില്ല. ഫഉതിയ ബിതാസിം മിനസ്സും, തഫ്സീർ റാസിയിൽ കാണാം, ഒരു ബൗൾ നിറയെ, ഒരു വലിയ പാത്രം നിറയെ വിഷമിങ് കൊണ്ടുവന്നു. വിഷമിങ് കൊണ്ടുവന്നപ്പോഴോ മഹാനവർകൾ ഫഅഖദ ബിയദിഹി, തന്റെ കൈകൊണ്ട് ആ വിഷമിങ് വാങ്ങി. എന്നിട്ട് സുമ്മ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ജനങ്ങളുടെ സമക്ഷത്തിൽ വെച്ച് അവർ കൊണ്ടുവന്ന വിഷം ഒരു മായാജാലക്കാരന്റെ പ്രകടനമല്ല, അവർ കൊണ്ടുവന്ന വിഷം അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ ചൊല്ലിയിട്ട് ഫഅകലൽ കുല്ല, അത് മുഴുവനും മഹാനവർകൾ അങ്ങ് തിന്നു, കുറച്ചു പോലും ബാക്കി വെച്ചില്ല, മുഴുവനും അങ്ങ് തിന്നിട്ട് സുമ്മ ഖാമ സാലിമുൻ ബിഇദ്നില്ലാ, ഒരു കൊതുക് കുത്തിയ വേദന പോലും പ്രകടിപ്പിക്കാതെ മഹാനവർകൾ ഇറങ്ങി അങ്ങ് നടന്നു. ഇതങ്ങ് കണ്ടപ്പോൾ അഗ്നി ആരാധകന്മാരായ മജൂസികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹാദാ ദീനുൻ ഹഖ്, ഹാദാ ദീനുൻ ഹഖ്, ഇത് തന്നെയാണ് സത്യമതം, ഇത് തന്നെയാണ് സത്യമതം. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉഖ്റവിയായ ആലിമീങ്ങളുടെ കറാമത്തും ഔലിയാകളുടെ കറാമത്തുമൊക്കെയാണ് വിശുദ്ധ ദീനിനെ ഇത്രമേൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. അപ്പൊ പണ്ഡിതന്മാർ ആരാണ്?
എന്ന അൽ കൗസറിന്റെ വ്യാഖ്യാനം നാലാമതായിട്ട് ഇമാം റാസി തങ്ങൾ പറഞ്ഞത് അൽ കൗസറു, കൗസർ എന്ന് പറഞ്ഞാൽ ഉലമാ ഉമ്മത്തിഹി, തന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരാണ്. അങ്ങനെ കെൽപ്പുറ്റ പണ്ഡിതന്മാരെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച നാട്ടിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് കേരളക്കാർ. ആ കേരളത്തിന്റെ സുഹൃതമാണ് ഇങ്ങ് ബാംഗ്ലൂരിലും നമ്മെ ഒരുമിച്ച് കൂട്ടാൻ കാരണമായത്. ഖുറവിയായ ആലിമീങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ വഫാത്തായ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലാളിത്യത്തിന്റെ, വിനയത്തിന്റെ ഉദാഹരണമായി ജീവിച്ചു പോയ മഹാൻ, ജീവിതത്തിന്റെ അവസാന സമയം വരെയും ആ ലാളിത്യം മുറുകെ പിടിച്ചുകൊണ്ട് കടന്നുപോയ മഹാൻ. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓർത്തു പോകുന്നു, മലപ്പുറം കുന്നിറങ്ങിയിട്ട് കവുങ്ങിൻ തോപ്പിലൂടെ മഹാനവർകളുടെ വീട്ടിലേക്ക് നടന്നു പോകണം. ഒരിക്കൽ ബഹുമാനപ്പെട്ട പാലത്തായി മൊയ്തു ഹാജിയും ഞാനുമൊക്കെ ഉസ്താദിനെ കാണാൻ വേണ്ടി ഒരിക്കൽ ചെന്നപ്പോ രസത്തിന് വേണ്ടി മഹാനവർകളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ചോദിച്ചു, ഉസ്താദേ, വീടോ ഉസ്താദ് നന്നാക്കുന്നില്ല, എന്നാൽ ഞങ്ങൾക്കൊക്കെ വരാൻ ഇങ്ങോട്ടുള്ള വഴി ഒന്ന് നന്നാക്കാമായിരുന്നില്ലേ? ഞങ്ങളൊക്കെ മുൻകൈ എടുത്തിട്ട് അതിനൊരു ശ്രമം നടത്തിയാൽ ഉസ്താദിന് ഇഷ്ടപ്പെടുമോ? ഒരു ഖുറവിയായ പണ്ഡിതന്റെ ലാളിത്യം നമ്മൾ കാണേണ്ടത് അവിടെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ലക്ഷക്കണക്കിന് അണികളുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷേ സ്ഥാനമാനങ്ങൾ കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾക്ക് കാണാം. അവിടെയാണ് പച്ചയായ ലാളിത്യത്തിന്റെ നിറഞ്ഞ ഉദാഹരണമായി കാളമ്പാടി ഉസ്താദ് നിലകൊള്ളുന്നത്. ഉസ്താദെ, ഇങ്ങോട്ടുള്ള വഴിയെങ്കിലും ഒന്ന് നന്നാക്കാമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ അന്ന് മഹാനവർകൾ പറഞ്ഞ മറുപടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, എനിക്ക് സാധിക്കുന്ന കാലത്തോളം ഞാനങ്ങ് നടന്നോളും, ഇനി എനിക്ക് വയ്യാതായാൽ എൻ്റെ മക്കളങ്ങ് എടുത്തോളും എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. ഇത്തരത്തിലുള്ള മഹാരഥന്മാർ അവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയത്. എത്രയെത്ര അത്ഭുതങ്ങളാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടത്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹിമഹുല്ലാ തങ്ങൾ വഫാത്തിന്റെ ദിവസം കുളിച്ച് വസ്ത്രം മാറി കഫൻ ചെയ്യാനുള്ള തുണി നിവർത്തി വെച്ചിട്ട് അതിൽ കിടന്ന് വഫാത്തായി പോയ മഹാനാണ്. അഥവാ തന്റെ മരണം മുൻകൂട്ടി വായിച്ചെടുത്ത മഹാരഥന്മാർ. നമ്മൾ ഓർത്തു പോകുന്നു, കോഴിക്കോട്ടെ കടപ്പുറത്ത് ഒരു ഭാഗത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പാൽക്കടൽ തീർത്തുകൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നു. മറുഭാഗത്ത് ഒരുപാട് ചരിത്രങ്ങൾ കണ്ട് കുഞ്ഞാലി മരക്കാരുടെയും അതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട അറബിക്കടൽ നിൽക്കാതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടിന്റെയും ഇടയിൽ വേദിയിൽ ഇരുന്നു കൊണ്ട് തന്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിൽ ദഅവത്തിന്റെ അത്ഭുതങ്ങൾ കാണിച്ച മഹാനായ ശൈഖുന കെ.ടി. മാനു മുസ്ലിയാർ തന്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ഒരാവർത്തി നോക്കിയത് നമ്മളൊക്കെ കണ്ടു. ആ സമ്മേളനത്തിന്റെ മുഖ്യ ശില്പി മഹാനായ മാനു മുസ്ലിയാരാണ്. മാനു മുസ്ലിയാർ നോക്കിയതിന്റെ അർത്ഥം മണിക്കൂറുകൾക്കകം നമ്മൾക്ക് ബോധ്യമായി. അന്ന് രാവിലെ മുതൽ മാനു മുസ്ലിയാർക്ക് സുഖമില്ല. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മാനു മുസ്ലിയാർക്ക് വിശ്രമിച്ചൂടെ? ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, മാനു മുസ്ലിയാർ പോയിക്കോളൂ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പക്ഷേ മാനു മുസ്ലിയാർക്കൊരു നിമിത്തം അവിടെ നടക്കേണ്ടതുണ്ടെന്ന് അള്ളാഹുവിനും ആ മഹാനും അറിഞ്ഞിരിക്കാം, അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിരിക്കാം. ഇറങ്ങാൻ പൊയ്ക്കോളാൻ പറഞ്ഞു, പോയില്ല. വൈകുന്നേരം മഹാനവർകൾ വേദിയിലേക്ക് കയറി വന്നപ്പോ മറ്റൊരുപാട് ആളുകൾ കയറി വന്നതിന് വിപരീതമായി അന്ന് ആ സമയത്ത് അബ്ദുൽ നാസർ ഫൈസി കൂടത്തായി മൈക്കിന് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു, മഹാനായ മാനു മുസ്ലിയാർ വരികയാണ്. മഹാനായ മാനു മുസ്ലിയാർ വരുന്നതിന് മുന്നേ പലരും വന്നിരുന്നു, ശേഷവും വന്നിരുന്നു. പക്ഷേ അന്നത്തെ പുതിയാപ്പിള മാനു മുസ്ലിയാരാണെന്ന് നിമിഷങ്ങൾക്കകമാണ് മനസ്സിലായത്. മഹാനായ നാസർ ഫൈസി പറഞ്ഞപ്പോ ജനലക്ഷങ്ങൾ തക്ബീർ മുഴക്കി. സുഖമില്ലാത്ത മാനു മുസ്ലിയാർ ഇതാ സമ്മേളന നഗരിയിലേക്ക് വരുന്നു. മഹാനായ മാനു മുസ്ലിയാർ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിയുന്നതുവരെ തന്റെ നെഞ്ച് തടവിയും മുഖം തലോടിയുമൊക്കെ ഇരുന്നു വേദനിക്കുന്ന ശരീരത്തോടെ. മഹാനായ തങ്ങളുടെ പ്രസംഗവും ഏകദേശം അവസാനിക്കാറായപ്പോ വേദിയിൽ നിന്ന് പതുക്കെ എണീറ്റുപോയ ആ മനുഷ്യനെ പിന്നെ നമ്മൾ കാണുന്നത് മിനിറ്റുകൾക്കകം കുളിപ്പിച്ച് കഫൻ ചെയ്ത് അതേ വേദിയിൽ കൊണ്ടുവന്നപ്പോഴാണ്. അന്ന് അറബിക്കടലിൽ പോയി ഒളിവെടുത്ത മോമിനിങ്ങളുടെ കണ്ണിൽ നിന്നെത്തിയ വെള്ളത്തിനും അറബിക്കടലിന്റെ വെള്ളത്തിനും ഒരേ രുചിയായിരുന്നല്ലോ. അന്ന് അറബിക്കടലിന്റെ വെള്ളം എഴുതി വെച്ച ഒരു ചരിത്രമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി ഖിദ്മ ചെയ്ത ഒരാലിമിന് ഇതിനേക്കാൾ വലിയൊരു അംഗീകാരം കൊടുക്കാൻ ഈ അറബിക്കടലിന് കഴിയില്ല. ജനലക്ഷങ്ങൾ മഹാനവർകൾക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലി, മഹാനവർകളുടെ ജനാസ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി കോഴിക്കോട്ടെ കടപ്പുറത്ത് ലക്ഷങ്ങളെ വിളിച്ചു വരുത്തിയതുപോലെ
മഹാനവർകൾ അങ്ങ് വിട പറഞ്ഞു പോയി. അത്തരത്തിലുള്ള നേതാക്കളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്തിരുന്നു കൊണ്ട് നമ്മൾക്ക് നേതൃത്വം നൽകിയത് എന്ന് അഭിമാനത്തോടുകൂടെ നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ ഈ അടുത്ത് വിട പറഞ്ഞു പോയ മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു തന്റെ വഫാത്തിന്റെ ഏകദേശം 10-16 കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ മറവ് ചെയ്യാനുള്ള ഖബർ ഒരുക്കി വെച്ച മഹാനാണ്. ചരിത്രത്തിൽ അപൂർവമായി കാണുന്ന വർത്തമാനമാണത്. മഹദി ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ തന്നെ മറവ് ചെയ്യാനുള്ള ഖബർ ഒരുക്കി വെച്ചിരുന്നു, ചരിത്രത്തിൽ കാണാം. അതിനടുത്ത് പോയിരുന്നിട്ട് ബീവി നഫീസ റളിയല്ലാഹു അൻഹു കരയാറുണ്ടായിരുന്നു, ഖുർആൻ ഓതാറുണ്ടായിരുന്നു. മഹാനായ കോയക്കുട്ടി മുസ്ലിയാരും തന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനും 16 വർഷങ്ങൾക്ക് മുന്നേ തന്റെ വീടിന്റെ ഓരത്ത് തങ്ങൾക്ക് വേണ്ടിയുള്ള 2 വീടുകൾ നിർമ്മിച്ചു, 2 ഖബറുകൾ നിർമ്മിച്ചു. നിർമ്മിച്ച കൊല്ലം തന്നെ ജ്യേഷ്ഠൻ മരണപ്പെട്ടുപോയി. അനുജൻ വീണ്ടും 16 കൊല്ലം ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും കണ്ടു തന്നെ കിടത്താനുള്ള വീട്. ഒരുപക്ഷേ ഒരു മനുഷ്യൻ ഖബറൊരുക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഏത് ഭൂമിയിലാണ് മരണമെന്ന് ഒരു നഫ്സിനും പറയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹു തആല സെലക്ട് ചെയ്ത, അല്ലാഹു തആല ചില ആദർശങ്ങൾ കൈമാറിയ മഹാന്മാർക്കല്ലാതെ അത് പറയാൻ സാധ്യമല്ല എന്ന് തന്നെയാണ്. മഹാനായ കോയക്കുട്ടി ഉസ്താദിന് 16 കൊല്ലങ്ങൾക്ക് മുന്നേ എന്തുറപ്പാണ് അള്ളാഹു കൊടുത്തത്, ഇവിടെ കോയക്കുട്ടിക്ക് കിടക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ നേതൃത്വം നൽകി അവരുറപ്പോടുകൂടെ ജീവിച്ചു മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ. തന്റെ വഫാത്തിന്റെ ആ രാത്രിയിലും തന്റെ ജ്യേഷ്ഠ സഹോദരനെ ജ്യേഷ്ഠന്റെ മകനെ വിളിച്ചു വരുത്തിയിട്ട് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ഇജാസിയത്തിലുള്ള ദിക്ർ തന്റെ ചുറ്റിലും അവരെ ഇരുത്തിയിട്ട് ചൊല്ലിച്ചു മഹാനവർകളാകുന്ന രീതിയിൽ മഹാനവർകളും ചൊല്ലി. ശേഷം എല്ലാവരും യാസീൻ ഓതാൻ തുടങ്ങി. മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന പദവി പറയുന്ന ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന വചനമെത്തി. എന്താ വചനത്തിന്റെ സാരം? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ സ്വർഗലോകത്തെത്തിച്ചേർന്നാൽ അവസാനമായി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അവർക്കുള്ള അഭിവാദ്യം സലാം എന്നായിരിക്കും. ഖൗലൻ മിർ റബ്ബിർ റഹീം, യജമാനനായ റബ്ബിൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം എന്ന് പറയുന്നത് സലാം എന്നായിരിക്കും എന്ന ആയത്തെത്തിയപ്പോ മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ കണ്ണിൽ ചെറിയ ചലനം, കണ്ണു പതുക്കെ മറയുന്നത് പോലെ തോന്നി. അവർ ഒത്തു നിർത്തിയിട്ട് മഹാനവർകൾക്ക് ചൊല്ലിക്കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനവർകൾ ഏറ്റു ചൊല്ലി 2-3 തവണ ആവർത്തിച്ച് ചൊല്ലിയിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി മഹാനായ കോയക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു. അത്തരത്തിലുള്ള മഹാരഥന്മാർ നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ പേരിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞാൻ ഈ വിഷയം ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കാൻ കാരണം ഒരുപക്ഷേ നമ്മളിൽ പലരും എന്താണ് സമസ്ത, എന്തിനിങ്ങനെ ഒരു സംഘടന എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടാവും. 90 വർഷമായി മനോഹരമായ ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം, എവിടെയും അപസ്വരങ്ങളില്ല, അസ്വസ്ഥതകളില്ല, നന്മ മാത്രമേ എവിടെയും പറഞ്ഞു കൊടുത്തുള്ളൂ. പറഞ്ഞത് തിരുത്തേണ്ടി വന്നില്ല, തിരുത്തിയത് പറയേണ്ടിയും വന്നില്ല. ആ നിലയിൽ അതിശക്തമായി സമഗ്രമായി ശാസ്ത്രീയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ പേരിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയും കൂടെയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നത് ഈ സദസ്സിൽ ഉചിതമാവില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യ പ്രഭാഷണം ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു വഅള് പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഞാനൊരു വഅളിൻ്റെ ഒരു തലത്തിലേക്ക് ഈ പ്രസംഗം കൊണ്ടുപോകാത്തത്. എൻ്റെ ബഹുമാന്യനായ സുഹൃത്തു കൂടെയായ കേരളത്തിലെ പ്രമുഖ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാക്കവി കാഞ്ഞാർ നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഉസ്താദ് അവർകൾക്ക് ഇവിടെ വിഷയം തിരിച്ചുപോക്ക് ധന്യമാക്കാം എന്നുള്ളതാണ്. അദ്ദേഹവും അർത്ഥമാക്കുന്നത് മരണം, അതായിരിക്കും അദ്ദേഹം അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ഉസ്താദ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്.
ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു ബഹുമാനപ്പെട്ട സമസ്തയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തന നാൾവഴികളെക്കുറിച്ചുമൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കുകയും ധന്യമായ പ്രവർത്തനം കൊണ്ട് നമ്മുടെ നാടിൽ അത്ഭുതങ്ങൾ കാണിച്ച ആ പ്രസ്ഥാനത്തിന് എല്ലാവിധ സന്തോഷവും എല്ലാവിധ ഐക്യവും നമ്മൾ പകർന്നുകൊണ്ട് നമ്മളൊക്കെ അതിൻ്റെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. കാരണം ലോകം അതിൻ്റെ സർവനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസാനത്തിലേക്ക് പോകുന്നതിൻ്റെ വളരെ വ്യക്തമായ അടയാളങ്ങളാണ് ഇന്ന മിൻ അശ്റാത്തി സ്സാഅ, തീർച്ചയായും ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യക്സുറ ശുർബുൽ ഖംർ, മദ്യപാനം വർദ്ധിക്കുക, അതേ യക്സുറ സിന, വ്യഭിചാരം വർദ്ധിക്കുക, അതുപോലെ തന്നെ വയക്സുറൽ ജഹൽ, വിവരമില്ലായ്മ വർദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ഹദീസിന്റെ താളുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് വിവരമില്ലായ്മ വർദ്ധിക്കൽ? എങ്ങനെയാണ് ഇൽമു ഉയർന്നു പോകൽ? അയ്യുർഫഅൽ ഇൽമു, ഇൽമു ഉയർന്നു പോവൽ ഖിയാമത്തിന്റെ അടയാളമാണ്. എങ്ങനെയാണ് ഇൽമു ഉയർന്നു പോവുക? സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഇൽമു എങ്ങനെയാണ് ഉയർന്നു പോവൽ? അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ബിഖബ്ലിൽ ഉലമാ, പണ്ഡിതന്മാരുടെ മരണമാണ് ഇൽമു ഉയർന്നു പോവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞു പോവുക, ആലിമീങ്ങൾ ഓരോരുത്തരായിട്ട് പോവുക, അത് ഖിയാമത്തിന്റെ പ്രകടമാകുന്ന അടയാളമാണ്. അതേപോലെ തന്നെ ശുർബുൽ ഖംർ, മദ്യപാനം വർദ്ധിക്കുക, കള്ള്, കഞ്ചാവ്, അതൊക്കെ ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുക. എൻ്റെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ലഹരി സമൂഹത്തിലേക്ക് വല്ലാതെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസുകളിലും അതുപോലെ നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ അങ്ങാടികളിലൊക്കെ ലഹരി സർവവ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ വ്യഭിചാരം വർദ്ധിക്കുക, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഹദീസിൽ കാണാം, ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല, ഹത്താ യതഫാസബന്നാസു കതഫാസുദിൽ ബഹായിം, ഹത്താ യതഫാസബന്നാസ്, ജനങ്ങൾ ലൈംഗിക വീഴ്ച നടത്തുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഏതുപോലെ കതഫാസുദിൽ ബഹായിം, നാൽക്കാലി മൃഗങ്ങളെപ്പോലെ മനുഷ്യർ ലൈംഗിക വീഴ്ച നടത്തുക. നാൽക്കാലി മൃഗങ്ങളെപ്പോലെ കതഫാസുദിൽ ബഹായിം, എവിടെ വെച്ച്? ഫിത്വരീഖ്, വഴികളിൽ വെച്ച് വരെ അശ്ലീലങ്ങൾ അരങ്ങ് തകർക്കും. അപ്പോഴേ ഈ ലോകത്തിന്റെ ഒടുക്കം സംഭവിക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്. മാതാവിന് മക്കളെ വിശ്വസിക്കാൻ കഴിയാത്ത ലോകം, സ്വന്തം പിതാവിൻ്റെ അടുത്തേക്ക് ഒരു മകൾക്ക് കടന്നു ചെല്ലാൻ ധൈര്യം വരാത്ത ലോകം. ആരാണ് മക്കൾ, ആരാണ് ബാപ്പ? ആ ബന്ധത്തിന്റെ വില എത്ര വലുതാണ്. പക്ഷേ വർത്തമാനകാലത്ത് ഒന്നും രണ്ടുമൊന്നുമല്ല നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അധ്യാപകനെ വിദ്യാർത്ഥികൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, മാതാപിതാക്കളെ മക്കൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എവിടെയും അശ്ലീലം, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ, വഴിയിൽ, ലിഫ്റ്റിൽ, ആ നിലയിൽ അശ്ലീലം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയും ഒരു കണ്ണ് അശ്ലീലത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നു. ഒരു തുണിക്കടയിൽ പോയിട്ട് ഒരു ഡ്രസ്സ് പരിശോധിച്ചാൽ, ട്രയൽ റൂമിൽ കയറിയിട്ട് അതൊന്ന് ട്രയൽ ചെയ്യുമ്പോൾ ഒരു 400 വട്ടം നോക്കേണ്ടി വരും എവിടെയെങ്കിലും ക്യാമറയുണ്ടോ എന്ന്. ലൈൻ ബസ്സിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൈതലിന്റെ വായിലേക്ക് മാറിടം വെച്ചു കൊടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു സഹോദരിയും അറിയാതെ നോക്കേണ്ടി വരും എവിടെയെങ്കിലും ഒരു ക്യാമറ പതിയിരിക്കുന്നുണ്ടോ. ആ ഒരു രീതിയിലേക്ക് അശ്ലീലം മിഴി തുറന്നുകൊണ്ടിരിക്കുന്നു. 1400 കൊല്ലങ്ങൾക്ക് മുന്നേ ആരംഭ റസൂലുള്ളാഹി പറഞ്ഞു, ഫിത്വരീഖ്, വഴികളിൽ വെച്ച് വരെ അശ്ലീലങ്ങൾ അരങ്ങ് തകർക്കും. ആ ഒരു കാലം വന്നാൽ മാത്രമേ ഈ ലോകത്തിന്റെ ഒടുക്കം സംഭവിക്കുകയുള്ളൂ. നിരവധി ഹദീസുകളിലൂടെ നമുക്കിത് കാണാൻ സാധിക്കും. ഈ അശ്ലീലത്തിന്റെ അരങ്ങ് തകർത്തൽ സോഷ്യൽ മീഡിയകൾ നമുക്കിടയിലേക്ക് കടന്നു വന്നു, സജീവമായി കടന്നു വന്നപ്പോഴേക്ക്, ഇന്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം നമുക്കിടയിൽ സജീവമായി കടന്നു വന്നപ്പോഴേക്ക് അതിൻ്റെ നല്ല വശങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം അതിൻ്റെ തിന്മകൾ ഉപയോഗിക്കാനാണ് പലപ്പോഴും മനുഷ്യന്മാർ തിടുക്കം കാട്ടിയത്. അതിൻ്റെ നന്മ കാണാനല്ല. ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്, വാട്സാപ്പിൽ മെസ്സേജുകൾ കൈമാറുന്നവരാണ്, ഇന്റർനെറ്റിൽ പലതും തിരയുന്നവരാണ്. സ്വയം ഓരോരുത്തരും, ഞാൻ എൻ്റെ കൽബിനോട് ചോദിക്ക്,
നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൽബിനോട് ചോദിക്ക്, നല്ലതിന് വേണ്ടിയാണോ ഉപയോഗപ്പെടുത്തിയത്? നല്ലതിന് വേണ്ടിയാണോ ഞാനിതിനെ ഉപയോഗപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു 50% ആളുകളുടെയും മനസ്സ് പറയും, അല്ല, ഞാൻ തിന്മക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്. ഈ ഒരവസ്ഥയിലൂടെ നമ്മൾ പോവുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചു, അവിടുന്ന് സൂചിപ്പിച്ചു, വളരെ കൃത്യമായി അവിടുന്ന് പറഞ്ഞു, കുതിബ അലബ്നി ആദമ നസീബുഹു മിനസ് സിന, വ്യഭിചാരത്തിന്റെ ഓഹരി ഓരോരുത്തർക്കും എഴുതപ്പെടുക തന്നെ ചെയ്യും. ഓരോരുത്തർക്കും കണ്ണിന് കണ്ണിൻ്റെത്, കൈക്ക് കൈയിൻ്റെത്, കാലിന് കാലിൻ്റെത്, കൽബിന് കൽബിൻ്റെത്, അങ്ങനെ എഴുതപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. അത്തരത്തിൽ എഴുതപ്പെടുകയാണ് ഓരോരുത്തരുടെയും വ്യഭിചാരത്തിന്റെ അംശങ്ങൾ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നിവിടെ കുറെ ആൾക്കൂട്ടം വന്നു, കുറെ ഉസ്താദിന്റെ വാലൊക്കെ കേട്ടിട്ട് നമ്മൾ പിരിഞ്ഞു. എന്നാൽ നമ്മുടെ ജീവിതം അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നാം തീർച്ചയായും കടന്നു ചെല്ലുകയും പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണമെന്ന്. തഖ്വയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമെന്നും അതുകൊണ്ട് മാത്രമേ വിജയിക്കാൻ സാധിക്കൂവെന്നും അതാണ് നമ്മുടെ പണ്ഡിതന്മാരും മഹാന്മാരും നമുക്ക് നൽകുന്ന സന്ദേശമെന്നും എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് എനിക്ക് ശേഷം ഇവിടെ ഉസ്താദ് പ്രസംഗിക്കാനുണ്ട് എന്ന് സംഘാടകർ അറിയിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഈ കൂട്ടായ്മ സ്വീകരിക്കുമാറാവട്ടെ. നാം ഏവരെയും അവൻ്റെ സ്വർഗീയ ലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.